നമസ്കാരം. ചില വിവാദങ്ങൾ അവസാനിക്കാതെ നീളുകയാണ്. മറ്റൊന്നുമല്ല, ബാലഭാസ്കറുമായി ബന്ധപ്പെട്ടിട്ടുള്ള അദ്ദേഹത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില വിവാദങ്ങൾ അതൊരിക്കലും അവസാനം കാണാതെ മുന്നോട്ട് പോവുകയാണ്. ഒരു പക്ഷത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സ്വന്തം മകൻ നഷ്ടപ്പെട്ട വേദന, മകൻ്റെ മരണത്തെക്കുറിച്ച് കൃത്യമായ ഒരു വിവരവുമില്ലാതിരിക്കുന്ന അച്ഛനമ്മമാർ. മറുവശത്ത് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇതിനെയെല്ലാം എവിടെയൊക്കെയോ ഈ ഒരു ദുരന്തത്തെ വളച്ചൊടിക്കാനോ അല്ലെ പുനർവ്യാഖ്യാനിക്കാനോ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം. അപ്പം ഇതിൻ്റെ അപ്പുറത്ത് നിന്നുകൊണ്ട് ലക്ഷ്മി എന്ന് പറയുന്ന ഭാര്യ പലപ്പോഴും നിശബ്ദയാകുന്നു. ചില കഥകളൊക്കെ വന്നതിൻ്റെ ചില മാധ്യമങ്ങൾക്ക് മുമ്പിൽ ലക്ഷ്മി വെളിപ്പെടുത്തുകയും ചെയ്യുന്നു. പലതും വ്യക്തതയില്ലാത്ത ചില കാര്യങ്ങളാണ്. ഇപ്പോഴും ബാലഭാസ്കർ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ അനന്തകൃഷ്ണൻ എന്ന് പറയുന്ന മുൻ CBI അന്വേഷണ ഉദ്യോഗസ്ഥൻ ഇതിനെക്കുറിച്ച് ചില വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ്. പൂർണ്ണമായും സോബി ജോർജ് എന്ന് പറയുന്ന കലാഭവൻ സോബിയെ തള്ളിക്കളയുന്നതാണ് അദ്ദേഹം നടത്തിയ പ്രസ്താവനകൾ. സോബിയെ മാത്രമല്ല, ബാലഭാസ്കറിൻ്റെ അച്ഛനെയും അമ്മയെയും ഒക്കെ തള്ളിക്കളയുന്ന ഒരു പ്രസ്താവന. ഇതിനോട് എത്രത്തോളം നമുക്ക് നീതി പുലർത്താൻ കഴിയും, അല്ലെങ്കിൽ എത്രത്തോളം ഇതിനെ തൊണ്ട തൊടാതെ വിഴുങ്ങാൻ കഴിയും എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. അദ്ദേഹം ഇപ്പോഴും പറയുന്നത് അതൊരു അപകട മരണം തന്നെയാണ്. അതായത് ആറ്റിങ്ങലിന് ശേഷം ആ വാഹനം അമിത വേഗതയിലായിരുന്നു. ഒരു KSRTC ബസ്സിനെ ഓവർടേക്ക് ചെയ്തുകൊണ്ട് പോയ ആ ഇന്നോവ കാറ് അമിത വേഗതയിൽ തന്നെ ആയിരുന്നു എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു. അതുകൊണ്ട് തന്നെ ഇത് വാഹനം നിയന്ത്രണം തെറ്റി അവിടെ പോയി ഇടിക്കുകയായിരുന്നു എന്നുള്ളതാണ്. അവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം, ഈ വാഹനം ആറ്റിങ്ങലിന് ശേഷം അമിത വേഗതയിലെത്തുന്നു, ഈ വാഹനം അവിടെ പോയി ഇടിക്കുന്നു. പിന്നെ ഇദ്ദേഹം സോബി പറഞ്ഞതെല്ലാം കള്ളത്തരമാണ്, സോബി ജോർജ് പറഞ്ഞതെല്ലാം കള്ളത്തരമാണ്, അദ്ദേഹത്തിൻ്റെ മൊഴികൾ ഒരിക്കലും വിശ്വസിക്കാൻ കഴിയുന്നതല്ല എന്നുകൂടി ഈ അനന്തകൃഷ്ണൻ എന്ന് പറയുന്ന CBI ഉദ്യോഗസ്ഥൻ പറയുന്നു. അവിടെ ഈ വാഹന അപകടത്തിൽപ്പെട്ട പാടെ അവിടെ കോളനിയിലുണ്ടായിരുന്ന കുറച്ച് പേർ വന്നിട്ട് ഇവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനം നടത്തിയ സമയത്തും ഈ വാഹനത്തിന് അല്ലെങ്കിൽ വാഹനം ആക്രമിച്ചതായി എവിടെയും തോന്നിയിരുന്നില്ല എന്നുള്ള കാര്യവും അദ്ദേഹം പറയുന്നു. അതോടൊപ്പം അദ്ദേഹം എടുത്ത ഇൻഷുറൻസിനെ കുറിച്ച്, ഇൻഷുറൻസ് ഏകദേശം 82 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് അദ്ദേഹം ഈ അപകടം നടക്കുന്നതിന് ഏകദേശം 8 മാസം മുൻപ് ഇദ്ദേഹം എടുത്തിരുന്നു, ബാലഭാസ്കർ എടുത്തിരുന്നു. അതിൻ്റെ 93 ലക്ഷം രൂപയോളം ലക്ഷ്മിയുടെ പേരിലേക്ക് അത് നൽകുകയും, ഭാര്യയ്ക്കാണല്ലോ അതിൻ്റെ അവകാശമുള്ളത്, അത് നൽകുകയും ചെയ്തതായി വ്യക്തമാക്കപ്പെടുന്നുണ്ട്. അതിന് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള രേഖകളെല്ലാം തയ്യാറാക്കി അതിൽ അങ്ങനെ കൊടുക്കുന്നതിൽ കേസ് നിലനിൽക്കുന്നുണ്ട്, കുഴപ്പമില്ല, ഇത് പൈസ കൊടുക്കുന്നതിൽ പ്രശ്നമില്ല എന്ന് LIC അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തു. അങ്ങനെ പണം നൽകി എന്നുമൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഇദ്ദേഹം പറയുന്നത് 8 മാസത്തിന് ശേഷം, അതായത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ DRIയും CBIയും അന്വേഷിച്ച സ്വർണ്ണക്കടത്ത് കേസിൽ കുറ്റപത്രം നൽകി കഴിഞ്ഞതാണ്. അതായത് ബാലഭാസ്കർ മരണപ്പെട്ട് 8 മാസത്തിന് ശേഷം മാത്രമാണ് ഈ പ്രകാശൻ തമ്പിയും വിഷ്ണു സോമസുന്ദരവും അദ്ദേഹത്തിൻ്റെ വയലിനിസ്റ്റ് ആയിരുന്ന അബ്ദുൽ ജമീലും ഒക്കെ പ്രതികളായ കേസ് ഉണ്ടാകുന്നത്. ഇതിൽ പ്രതി ചേർത്തുകൊണ്ട്, അർജുനെ പ്രതി ചേർത്തുകൊണ്ട്, അതായത് നമുക്കറിയാം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ വിവാദമായ ഒരു സ്വർണ്ണ മോഷണ കേസ്, ഒരു ജ്വല്ലറി ഉടമസ്ഥനെ ആക്രമിച്ച് സ്വർണം തട്ടിയെടുത്ത കേസിലെ പ്രതികളിൽ ഒരാളും, അതോടൊപ്പം തന്നെ ഇതിനു മുമ്പ് ATM കവർച്ച കേസ് തുടങ്ങിയ നിരവധി കേസുകളിൽ പ്രതിയായ ഇദ്ദേഹത്തെ തന്നെ അർജുൻ എന്ന് പറയുന്ന ബാലഭാസ്കറിൻ്റെ ഡ്രൈവറെ തന്നെ പ്രതി ചേർത്തുകൊണ്ട് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതുമാണ് എന്നുള്ള ചില വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ അദ്ദേഹം നടത്തിയിരിക്കുന്നത്. പിന്നെ അതോടൊപ്പം തന്നെ ഇതിനു മുൻപ് ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ ബാലഭാസ്കറിൻ്റെ ഫോണുകൾ ശാസ്ത്രീയമായ പരിശോധനയ്ക്ക് വിധേയമാക്കി. അപ്പോൾ അസ്വാഭാവികമായി യാതൊന്നും അതിനകത്ത് കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ചില ആരോപണങ്ങൾ അല്ലെ ഇങ്ങനെ ചില വെളിപ്പെടുത്തലുകൾ കൊണ്ട് എന്താണ് പ്രയോജനം? സത്യത്തിൽ ഇതിനകത്ത് ജനങ്ങൾ ഉന്നയിക്കുന്ന ആക്ഷേപം അല്ലെങ്കിൽ മാതാപിതാക്കൾ ഉന്നയിക്കുന്ന ചില ആവശ്യങ്ങൾ, ആ രീതിയിലുള്ള അന്വേഷണം എവിടെയെങ്കിലും നടന്നു? കൃത്യമായി പറഞ്ഞാൽ ഈ പ്രകാശൻ തമ്പി 8 മാസത്തിന് ശേഷം സ്വർണ്ണക്കടത്ത് കേസിൽ പിടിക്കപ്പെടുന്നു. അപ്പോൾ ഇതിനു മുൻപ് ഇദ്ദേഹം സ്വർണ്ണക്കടത്ത് നടത്തിയിട്ടില്ല എന്ന് CBIക്ക് എന്താണ് ഉറപ്പുള്ളത്? അല്ലെങ്കിൽ ഒരു സുപ്രഭാതത്തിൽ ഒരാൾക്ക് സ്വർണം കടത്തണമെന്ന് വിചാരിച്ചാൽ നടക്കുന്ന കടത്തൽ പരിപാടിയാണോ ഈ സ്വർണം കടത്ത്? അത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഈ 8 മാസം കൊണ്ട് ഒരാൾക്ക് ഈ രീതിയിലേക്ക് സ്വർണം കടത്തുന്ന തരത്തിലേക്ക്, അപ്പോൾ അതിനു മുമ്പ് നിരന്തരമായി സ്വർണം കടത്തിയിട്ടുണ്ടാകാം. അതുകൊണ്ടാണല്ലോ പല നാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ എന്നല്ലേ. അപ്പം 8 മാസത്തിന് ശേഷം അല്ലെ മരണത്തിന് ശേഷം മാത്രമാണോ സ്വർണ്ണക്കടത്ത് പ്രകാശൻ തമ്പിയും വിഷ്ണു സോമസുന്ദരവും ഒക്കെ നടത്തിയിട്ടുള്ളത്? അല്ല തന്നെ, അതിന് മുൻപും സ്വർണം കടത്തിയിട്ടുണ്ട്.
എന്തുകൊണ്ടാണ് സോബി ജോർജ് പറയുന്ന വാദങ്ങളെ പൂർണ്ണമായി നിരസിക്കുന്നത്? അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആർക്കോ എവിടെയോ എന്തോ ചില തിരുത്തലുകൾ ആവശ്യമാണ്. ആർക്കോ എന്തോ എവിടേക്കോ ചില മാറ്റങ്ങൾ, അല്ലെ ഞങ്ങൾ നയിക്കുന്ന രീതിയിൽ കേസന്വേഷണം പുരോഗമിക്കണം എന്ന് ചിന്തിക്കുന്നവരാണ് പലരും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അനന്തകൃഷ്ണൻ ഇപ്പോൾ ഈ രീതിയിൽ ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. കാര്യം CBIയുടെ കൈകൾ ശുദ്ധമാണ്, CBI അന്വേഷിച്ചെല്ലാം കറക്റ്റാണ്, അദ്ദേഹത്തിനുണ്ടായി ഒടിവും ചതവും, ബാക്ക് സീറ്റിൽ കിടന്നുറങ്ങിയ സമയത്ത് ആ അമിത വേഗതയിലെത്തിയ വാഹനം ഒരു മരത്തിൽ വന്നിടിച്ചപ്പോൾ ആ 2 സീറ്റുകളിൽ വന്നിട്ട് ഈ മനുഷ്യൻ ഇടിക്കുകയും അതിനെ തുടർന്നുണ്ടായ അപകടവുമാണ്, അല്ലെങ്കിൽ ആ ഒടിവുകളും ചതവുകളുമാണ് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഉള്ളത് എന്ന് പറയുന്നു. അപ്പോൾ സോബി ജോർജ് ഒരു സ്വപ്നാടകനെ പോലെയാണോ തൻ്റെ മുന്നിൽ കണ്ട കാഴ്ചകളെക്കുറിച്ച് വിവരിച്ചത്? അദ്ദേഹം അവിടെ കിടന്നുറങ്ങിയ പെട്രോൾ പമ്പിലെ CC ക്യാമറകൾ എന്തുകൊണ്ടാണ് നീക്കം ചെയ്തത്? അത് നീക്കം ചെയ്തിട്ടുണ്ട്. അവിടെ അന്വേഷണ സംഘം ചെന്നപ്പോൾ അവിടെ CC ക്യാമറകളില്ല. അപ്പോൾ അത് അവിടെ നീക്കം ചെയ്തതായി കാണുന്നുണ്ട്. അപ്പം ഒന്നും ഒളിപ്പിക്കാനില്ല എങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് അവിടെ ഏതൊരു പെട്രോൾ പമ്പിനെ സംബന്ധിച്ചിടത്തോളം അവിടെ CC ക്യാമറകൾ ഉണ്ടാവും. അതെന്തുകൊണ്ടുണ്ടായിരുന്നില്ല ഈ പെട്രോൾ പമ്പിൽ മാത്രം, ഈ പ്രസ്തുത പമ്പിൽ മാത്രം? അതായത് സോബി ജോർജ് ഉറങ്ങാൻ വേണ്ടി കിടന്നു എന്ന് പറയുന്ന, വണ്ടി ഒതുക്കിയിട്ട് ഉറങ്ങാൻ കിടന്നു എന്ന് പറയുന്ന ആ പമ്പിൽ അവിടെ മാത്രം എന്തുകൊണ്ട് CC ക്യാമറകളില്ലായിരുന്നു? അല്ലെങ്കിൽ പോലീസ് എന്തുകൊണ്ട് അതിൻ്റെ ഹാർഡ് ഡിസ്കെങ്കിലും CC ക്യാമറകൾ നീക്കം ചെയ്തു എന്നുള്ള ഇരിക്കട്ടെ, അവിടെ ഉണ്ടായിരുന്ന ഹാർഡ് ഡിസ്കുകൾ പോലും എന്തുകൊണ്ട് അന്വേഷണ സംഘം പരിശോധിച്ചില്ല? ഇപ്പോൾ ഈ ലക്ഷ്മി പറയുന്ന അപ്പാടെ ലക്ഷ്മി മൊഴി കൊടുത്തതെന്നും അങ്ങനെയാണെന്നാണ് പറയുന്നത്. കാര്യം കാറ് അമിത വേഗതയിലായിരുന്നു, ആറ്റിങ്ങലിന് ശേഷം അമിത വേഗതയിലായിരുന്നു എന്നും മൊഴി കൊടുക്കുന്നു. ലക്ഷ്മി ഒരു മാധ്യമത്തിൻ്റെ മുന്നിൽ ഇരുന്നുകൊണ്ട് പറഞ്ഞാൽ നമുക്കറിയാം, ആ വാഹനം ഇങ്ങനെ അമിത വേഗതയിൽ വരികയും പെട്ടെന്നൊരു ഓഫ് റോഡിങ് പോലെ ആ വാഹനം വളവിൽ നിന്ന് വലത്തേക്ക് പെട്ടെന്ന് കയറുകയും ചെയ്തു. അങ്ങനെ വല്ലാത്ത ഒരു ഭാവത്തോടു കൂടി അർജുൻ ഇരിക്കുന്നതും കണ്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ എന്നിട്ട് ആ വാഹനം അതിശക്തമായി പോയി ആ ഇതിലേക്ക് ഇടിച്ചതായി അവർ പറയുന്നുണ്ട്, വെളിപ്പെടുത്തുന്നുണ്ട്. പ്രകാശൻ തമ്പിയെക്കുറിച്ചോ വിഷ്ണുവിനെക്കുറിച്ചോ അർജുനെക്കുറിച്ചോ ഒന്നും ഒരിടത്തും മോശമായ ഒരു പരാമർശം ലക്ഷ്മി നടത്തിയിട്ടില്ല. ഭയമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ആരെയും ഭയക്കുന്നില്ല, എന്തിനാണ് ഞാൻ ഭയക്കേണ്ടത് എന്നാണ് ചോദ്യം. അപ്പോൾ എവിടെയൊക്കെയോ എന്തൊക്കെയോ ചില ഒളിച്ചുവെക്കലുകൾ CBI തന്നെ നടത്തിയിട്ടുണ്ട്. അന്വേഷണം കൃത്യമായി പറഞ്ഞാൽ അന്വേഷണം ഒരിടത്തും സുതാര്യമായ നിലയിൽ പോയിട്ടില്ല. ഈ വീട്ടുകാരുടെ സംശയം ദൂരീകരിക്കേണ്ടത് ഒരു അന്വേഷണ സംഘത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. അതിന് ഏതറ്റം വരെയും പോകേണ്ടത് ആ വീട്ടുകാരുടെ, അല്ലെങ്കിൽ ബാലഭാസ്കറിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ഉത്തരവാദിത്തമാണ്, ധർമ്മമാണ്. അപ്പോൾ അവരുയർത്തുന്ന സംശയങ്ങൾ, അവർ പറയുന്ന സംശയങ്ങൾക്ക്, ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ കഴിയാതെ ഈ രീതിയിൽ എവിടെയെങ്കിലും പോയിരുന്നു കൊണ്ട് ഇങ്ങനെ ഈ രീതിയിൽ വെളിപ്പെടുത്തൽ നടത്തുന്നത് തെറ്റായ ഒരു മനോഭാവമാണെന്ന് പറയേണ്ടി വരും. ഇവിടെ ആരൊക്കെയാണ് കള്ളന്മാരാകുന്നത്? അച്ഛനും അമ്മയും കള്ളന്മാരാകുന്നു. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സോബി ജോർജ് എന്ന് പറയുന്നത് എന്താണ് സോബി ജോർജിൻ്റെ ഉദ്ദേശം? അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ കള്ളം പറയുന്നതുകൊണ്ട് സോബി ജോർജിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് നേട്ടം? ഒരു നേട്ടവും ഇല്ല തന്നെ. ജീവന് പോലും ഭീഷണിയാകുന്ന തരത്തിൽ, ജീവന് പോലും ഭീഷണി ഉയരുന്ന സാഹചര്യത്തിൽ പോലും അതിനെയെല്ലാം വെല്ലുവിളിച്ചുകൊണ്ടാണ് സോബി ജോർജ് പലപ്പോഴും പല വെളിപ്പെടുത്തലും നടത്തിയിട്ടുള്ളത്. അപ്പോൾ ആ സാഹചര്യത്തിൽ സ്വന്തം ജീവൻ വെച്ചുകൊണ്ട്, സ്വന്തം ജീവൻ ഭീഷണി ആകുന്ന തരത്തിൽ സോബി ജോർജിന് ഇപ്പം ഈ നാട് നീളെ നടന്നിട്ട്, അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിനെ വെല്ലുവിളിച്ചുകൊണ്ട് തൻ്റെ ബ്രെയിൻ മാപ്പിംഗ് അടക്കം നടത്തണം, അത് ലൈവായി നടക്കണം എന്ന് ആവശ്യപ്പെടുമ്പോൾ എന്തുകൊണ്ടാണ് അതിൽ നിന്നും CBI അടക്കമുള്ള അന്വേഷണ സംഘം പിന്മാറി നിൽക്കുന്നത്? അപ്പോൾ എന്തൊക്കെയോ ഒളിക്കാനുണ്ട്. എന്നിട്ട് ഇപ്പോൾ ഈ രീതിയിൽ വന്നിട്ട് 8 മാസത്തിന് ശേഷം ആരെയാണ് ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത്? സ്വർണ്ണക്കടത്തിന് പിടിയിലായ പ്രകാശൻ തമ്പിയെയും വിഷ്ണു സോമസുന്ദരത്തെയും ഒക്കെയാണോ ഈ CBI ഡയറക്ടർ വന്നിരുന്നിട്ട് ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത്? അവർ 8 മാസത്തിന് ശേഷമാണ് അത്രേ തുടങ്ങിയത്. ഈ 8 മാസത്തിന് ശേഷം പിടിയിലായി എന്ന് മാത്രമാണുള്ളത്. ഈ ബാലഭാസ്കർ മരിച്ച് 8 മാസത്തിന് ശേഷം പിടിയിലായി. അപ്പോൾ ഇതിന് മുൻപ് അവർ സ്വർണം കടത്തിയിട്ടുണ്ടാകുമല്ലോ. ആ സ്വർണം കടത്തൽ കേസിൽ പ്രതികൾ ആയിട്ടില്ല എന്ന് മാത്രം, കാരണം പിടിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ അതിന് മുൻപ് അവർ സ്വർണം കടത്തിയിട്ടുണ്ട്. എന്തുകൊണ്ട് അങ്ങനെ ഒരു ചിന്ത പോകുന്നില്ല? അപ്പോൾ വാഹനത്തിനുള്ളിൽ നിന്ന് കൊടുത്തുവിട്ടു എന്ന് പറയുന്ന തരത്തിലുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് പല മൊഴികളിലും വൈരുദ്ധ്യങ്ങൾ ഉണ്ടാകുന്നത്? ഒരു KSRTC ഡ്രൈവർ പോലും ആ വെളുപ്പാങ്കാലത്ത് ആ മറവിൽ, ഇരുട്ടിൻ്റെ മറവിൽ നിന്നുകൊണ്ട് അവിടെ പറയുകയാണ്, ഞാൻ കണ്ടിരുന്നു, വണ്ടി ഓടിച്ചിരുന്നത് ബാലഭാസ്കർ ആയിരുന്നു എന്നൊരു KSRTC ഡ്രൈവറുടെ മൊഴി എങ്ങനെ മാറി? മെഡിക്കൽ കോളേജിൽ നിന്ന് അനന്തപുരി ഹോസ്പിറ്റലിലേക്ക് വീട്ടുകാരെ പോലും അറിയിക്കാതെ എന്തിന് ബാലഭാസ്കറെ നീക്കം ചെയ്തു? അങ്ങോട്ടേക്ക് നീക്കിക്കൊണ്ടുപോയി, അവിടേക്ക് മാറ്റി ചികിത്സയ്ക്കായിട്ട് കൊണ്ടുപോയി. അപ്പോൾ എവിടെയൊക്കെയോ ചില കള്ളക്കളികൾ നടന്നിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാക്കുന്നതാണ് പല സംഭവങ്ങളും. ഈ സംഭവങ്ങളെയൊന്നും വേണ്ട വിധത്തിൽ
അനലൈസ് ചെയ്യാനോ ഈ സംഭവങ്ങളെയൊക്കെ വേണ്ട വിധത്തിൽ അന്വേഷിക്കാനോ ഇതിനെക്കുറിച്ച് ഒരു വിലയിരുത്തൽ നടത്താനോ ഒരു അന്വേഷണ സംഘവും തയ്യാറായിട്ടില്ല. വാഹനത്തിൻ്റെ പിൻഗ്ലാസുകൾ അടക്കം അടിച്ചു പൊട്ടിച്ചു എന്നാണ് പറയുന്നത്. അതിന് നൽകിയിരിക്കുന്ന ഭാഷ്യം എന്താണ്? അത് വയലിൻ കൊണ്ടിട്ട് ബാലഭാസ്കറിൻ്റെ വയലിൻ എന്തോ തട്ടിയിട്ട് പൊട്ടിപ്പോയതാണ് എന്ന് പറയുന്നു. എത്ര കാലമായി ബാലഭാസ്കർ ആ വാഹനത്തിൽ പോയിട്ട് പ്രോഗ്രാമുകൾ നടത്തുന്നു, എന്നിട്ടൊന്നും പൊട്ടാത്ത വയലിൻ്റെ ഇത് കൊണ്ടിട്ട് എങ്ങനെയാണ് ഇന്നോവയുടെ ഗ്ലാസ് പൊട്ടുന്നത്? അപ്പോൾ അങ്ങോട്ടും കൃത്യമായി ജനങ്ങൾക്ക് മനസ്സിലാകാത്ത എന്തൊക്കെയോ ചില കാര്യങ്ങൾ ഇതിനകത്ത് ഒളിപ്പിച്ച് പിടിക്കാനുണ്ട്, അല്ലെങ്കിൽ ഒളിച്ചു പിടിക്കാനുണ്ട്. ആരെയൊക്കെയോ അന്വേഷണ സംഘത്തിന് സംരക്ഷിക്കേണ്ടതുണ്ട്. അങ്ങനെ അല്ലെങ്കിൽ ആർക്കോ വേണ്ടി ആരെയൊക്കെയോ സംരക്ഷിക്കുക. അപ്പം സോബി ജോർജ് തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലോ, അതായത് ഇത്തരം ആൾക്കാരെയൊക്കെ സംരക്ഷിച്ചു പിടിക്കുന്നത് കേരളത്തിലെ ഒരു പ്രമുഖ സ്വർണ്ണ വ്യാപാരിയാണ് എന്ന് സോബി ജോർജ് അത് വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട്. അതാരാണ് എന്ന് സോബി ജോർജിനോട് ചോദിച്ചിട്ടുണ്ടോ? ഇതുവരെ അത് സംബന്ധിച്ചുള്ള ചോദ്യങ്ങളോ ഉത്തരങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ പോയ വാഹനത്തിൽ അവിടെ സംഘർഷം നടന്നിട്ടുണ്ടോ? അല്ലെ, ആരൊക്കെയാണ് ആ സ്കോർപിയോയിൽ വന്നത്? വെള്ളയിട്ട് ഇറങ്ങി വന്ന ഒരാൾ ആരാണ്? ഇതിനെക്കുറിച്ചൊക്കെ ഇപ്പോഴും പല ചോദ്യങ്ങളുണ്ട്. സോബി ജോർജ് പറയുന്നത് കള്ളമാണെങ്കിൽ ആ കള്ളമാണ് എന്ന് സ്ഥാപിക്കാൻ അന്വേഷണ സംഘത്തിന് കഴിയണം. അല്ലാതെ വെറുതെ വന്നിരുന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആ സ്ഥാപിക്കേണ്ടത് തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരിക്കണം, ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരിക്കണം. സ്വർണ്ണക്കടത്തിൽ ബാലഭാസ്കറിന് ഒരു പക്ഷേ ഒരു ബന്ധവും ഉണ്ടാകില്ല. അതുകൊണ്ടായിരിക്കാം അദ്ദേഹത്തിൻ്റെ ഫോണിൽ നിന്ന് അനാവശ്യമായ കോളുകളൊന്നും പോകാതിരുന്നത്. അപ്പോൾ പിന്നെ എന്തുകൊണ്ട് പ്രകാശൻ തമ്പി കുറേ കാലം അദ്ദേഹത്തിൻ്റെ ഫോൺ വാങ്ങി പിടിച്ചു വെച്ചിരുന്നു, അല്ലെങ്കിൽ സ്വന്തം കയ്യിൽ വെച്ചിരുന്നു? അവസാനം അവിടെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിലാണല്ലോ ബാലഭാസ്കറിൻ്റെ ഫോൺ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയത്. ഒരു ഭാര്യ എടുക്ക വന്നിട്ട് പ്രകാശൻ തമ്പി പറഞ്ഞെന്താ, എൻ്റെ കയ്യിൽ ഈ ഫോൺ ഇരുന്നോട്ടെ കുറച്ചു കാലം എന്ന് പറഞ്ഞു എന്ന് ലക്ഷ്മി തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. കുറച്ചുനാൾ എൻ്റെ കയ്യിൽ ഇരുന്നോട്ടെ ഈ ഫോൺ. എന്തിന്? ആ ചോദ്യം എപ്പോഴെങ്കിലും എന്തിനു വേണ്ടി അദ്ദേഹം ആ ഫോൺ കയ്യിൽ വെക്കണം? അതിൻ്റെ യഥാർത്ഥ അവകാശി ഭാര്യ അല്ലെങ്കിൽ അച്ഛനും അമ്മയാണ്. അപ്പം ഭാര്യയ്ക്ക് പോലും നൽകാതെ ആ ഫോൺ ഇത്ര കാലം എന്തിനു സൂക്ഷിച്ചു വെച്ചു? അതായത് അന്വേഷണ സംഘം വന്ന് ആ ഫോൺ പ്രകാശൻ തമ്പിയുടെ വീട്ടിൽ നിന്ന് കണ്ടുകെട്ടുന്നത് വരെ എന്തിനു സൂക്ഷിച്ചു വെച്ചു? പേഴ്സ് കൊണ്ട് കൊടുത്തു. കാര്യം പേഴ്സ് കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല. കാര്യം അതിന് ഒരു പ്രയോജനമില്ലാത്ത വസ്തുവാണല്ലോ പേഴ്സ്. കുറേ ATM കാർഡുകളോ അല്ലെങ്കിൽ കുറച്ച് പണമല്ലേ അതിനകത്ത് ഉണ്ടാവുകയുള്ളൂ. പക്ഷേ ഫോണിനെ സംബന്ധിച്ചിടത്തോളം കുറേ കോണ്ടാക്റ്റുകൾ ഉണ്ടാവും, കുറേ അധികം ഡേറ്റകൾ ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം ഇവർക്ക് വേണ്ടത് ആവശ്യമായ കാര്യമായിരുന്നു. അതിനുവേണ്ടി സംരക്ഷിച്ചു വെച്ചു, അല്ലെങ്കിൽ സൂക്ഷിച്ചു വെച്ചു. അല്ലാതെ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു സെൻറ്റിമെൻ്റൽ അറ്റാച്ച്മെൻറ്റ് ബാലഭാസ്കറിനോട് ഉണ്ടായിട്ടല്ല എന്നെന്തുകൊണ്ട് ലക്ഷ്മിയെ തിരിച്ചറിഞ്ഞില്ല? അല്ലെങ്കിൽ ലക്ഷ്മിയുടെ ആ ചോദ്യം ഉന്നയിച്ചപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ അതിനെ എതിർത്തില്ല എന്നൊരു ചോദ്യം അവിടെ ചോദിക്കേണ്ടതായിരുന്നു. നിങ്ങൾ കൊണ്ടുപോകാൻ പാടില്ല എന്നെന്തുകൊണ്ട് കാർക്കശ്യത്തോടു കൂടി ലക്ഷ്മി പറഞ്ഞില്ല എന്നുള്ളൊരു ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട്. അപ്പം നിരവധി കാര്യങ്ങളുണ്ട്. അപ്പം ഈ ഫോൺ അവിടെ ഒളിപ്പിച്ച് മാറ്റിവെച്ചു, അല്ലെങ്കിൽ കൊണ്ടുപോയി. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും വ്യക്തമായ ഒരു അന്വേഷണം വന്നിട്ടില്ല. സോബി ജോർജ് പറയുന്നത് കള്ളമാണ് എന്ന് വാക്കാൽ പറഞ്ഞാൽ പോരാ, തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അതിനെ സ്ഥാപിക്കാൻ കഴിയണം. ഇതുവരെയായി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ, അല്ലെങ്കിൽ ആ വീട്ടുകാരുടെ അച്ഛൻ്റെയും അമ്മയുടെയും കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് നടത്തിയ വെറും അന്വേഷണ നാടകങ്ങൾ മാത്രമായിരുന്നു കഴിഞ്ഞ കാലം കേരളം കണ്ടത്. അതിനൊരു മാറ്റം ഉണ്ടാകണം. അതിന് മാറ്റമുണ്ടായി കള്ളൻ പറയുന്നത് കള്ളമാണെന്ന് ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് സ്ഥാപിക്കാൻ കഴിയുന്നതാകണം ഒരു അന്വേഷണ സംഘം. അല്ലാതെ വന്നിരുന്നു കൊണ്ട് അത് തെറ്റാണ്, അവർ പറഞ്ഞത് കള്ളമാണ്, ഇവർ പറഞ്ഞതാണ് ശരി എന്ന് പറയുന്നതല്ല CBIയുടെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥന് ചേരുന്നത്.